ഇന്നത്തെ ക്ലാസ്സിൽ പറയണത് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, റിക്വയർമെൻറ്റ് ഫോർ ലിസ്റ്റിംഗ്, അഡ്വാൻറ്റേജസ് ഓഫ് ലിസ്റ്റിംഗ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലിസ്റ്റിംഗ് ആൻഡ് ഡീലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യണത് കേട്ടോ. ആദ്യം ഒരു ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. നമുക്ക് കേൾക്കുന്നുണ്ട് ഇതിൽ എന്താണ് ലിസ്റ്റഡ് കമ്പനീസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്താണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. Securities of a company are said to be listed when they have been included in the official list of the stock exchange for trading. Listing is compulsory for those companies which go for public issue. The objective of listing is to provide marketability and liquidity to the securities and also to ensure investor protection. ഇപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് നടത്തണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ലിസ്റ്റ് എന്ത് ചെയ്യണം, ലിസ്റ്റിൽ ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളായിരിക്കണം. അങ്ങനെയുള്ള കമ്പനി സെക്യൂരിറ്റീസ് മാത്രമേ സെക്യൂരിറ്റീസ് നമുക്ക് ട്രേഡിംഗ് നടത്താനായിട്ട് സാധിക്കുള്ളൂ. ലിസ്റ്റിംഗ് കമ്പൽസറി പറയുന്നത് പബ്ലിക് ഇഷ്യൂ നടത്തുന്ന കമ്പനികളാണെങ്കിൽ നിർബന്ധമായും എന്ത് ചെയ്യണം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ലിസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റീസിന് മാർക്കറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും എൻഷുർ ചെയ്യുക, അതോടൊപ്പം ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് മതിയായ റിട്ടേൺ കിട്ടുമെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയുമാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്, അഡ്വാൻറ്റേജ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് മീൻസ് പെർമിഷൻ ടു കോട്ട് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഒഫീഷ്യലി ഓൺ ദ ട്രേഡിംഗ് ഫ്ലോർ ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. Every security issued by companies cannot be traded at stock exchange. The stock exchanges fix certain standards which the company must fulfill before getting the securities listed. അപ്പോൾ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ ട്രേഡിംഗ് ഫ്ലോറിൽ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർസ് ആയാലും ഡിബഞ്ചേഴ്സ് ആയിട്ടും ഒഫീഷ്യലി ട്രേഡിംഗ് നടത്താനായിട്ട് സാധിക്കും. അതിനുള്ള പെർമിഷനാണ് കിട്ടുന്നത്. കമ്പനി ഇഷ്യൂ ചെയ്യുന്ന എല്ലാ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും, ഇത്തരത്തിൽ നമ്മൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡിംഗ് നടത്തും. എങ്ങനെ വേണമെന്ന് മാത്രം കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചില സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുൾഫിൽ ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമാണ് സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുകയുമുള്ളൂ. കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ എന്താണ്, സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. A company may list its securities in more than one stock exchange, but it is mandatory to list on the regional stock exchange nearest to the registered office of the company. The stock exchanges levy annual listing fees from listed companies. അങ്ങനെ കമ്പനികളുടെ സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം. ഒന്നിലധികം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യാം, ലിസ്റ്റ് ചെയ്യാം. പക്ഷേ എന്താണ്, മാൻഡേറ്ററി ആണ്. റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല. നമ്മളുടെ കമ്പനി ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അടിസ്ഥാനം വരുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്താൽ മതി, ലിസ്റ്റ് ചെയ്താൽ മതി. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതിനെന്ത് ചെയ്യും, ആനുവൽ ഫീ ഈടാക്കും. ഈ ലിസ്റ്റ് ചെയ്യുന്നതിന് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആനുവലി ഫീ ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആരിൽ നിന്ന് മാത്രം, ലിസ്റ്റഡ് കമ്പനികളിൽ നിന്ന് മാത്രമാണ് അവരെന്ത് ചെയ്യണം, ഇത്തരത്തിൽ ഫീ ഈടാക്കുകയും ചെയ്യുന്നത്. അടുത്തത് പറയുന്നത് റിക്വയർമെൻറ്റ് ഫോർ ലിസ്റ്റിംഗ്. ലിസ്റ്റിങ്ങിന് എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടതെന്നാണ് പറയുന്നത്. എ കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ ആപ്ലിക്കേഷൻ പ്രിസ്ക്രൈബ് ഫോമിൽ ഫിൽ ചെയ്ത് കൊടുക്കണം. അതും ഏതിനു മുൻപ് ചെയ്യണം, നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണേക്ക് മുൻപ്, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്യണ മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവണം. Every issuer has to obtain in principle approval from recognized stock exchanges before a public issue. പബ്ലിക് ഇഷ്യൂ നടത്തുന്നതിന് മുൻപ് നിർബന്ധമായും ഇഷ്യൂ ചെയ്യുന്ന കമ്പനികൾ എന്ത് ചെയ്യണം, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണോ അവരിൽ നിന്നും അപ്രൂവൽ വാങ്ങിയിരിക്കണം. The company shall be responsible to follow all the requirements specified in the Companies Act, the listing norms issued by SEBI from time to time, and regulations to make the security eligible to be listed and for continuous listing on the exchange. കമ്പനി എന്തിനും കൂടി ബാധ്യസ്ഥരാണ്, കമ്പനീസ് ആക്ട് പ്രകാരമായിരിക്കണം അവരെന്ത് ചെയ്യണം, ഫോളോ ചെയ്യുന്നത് ഉറപ്പുവരുത്തണം. സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കണം. സമയാസമയങ്ങളിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതും കൂടി നോക്കിയിട്ട് വേണം ലിസ്റ്റഡ് കമ്പനി എങ്ങനെയാണ് ഷെയറുകൾ ലിസ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. The basic norms for listing of securities are uniform for all exchanges. They will be mentioned in the listing agreement
entered into between the company and the concerned stock exchange. പിന്നെ എന്താണ്, എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റഡ് സെക്യൂരിറ്റീസിൻ്റെ നോംസ് അല്ലെങ്കിൽ റൂൾസ് എന്താണ്, ബേസിക് നോംസ് ഒക്കെ സെയിം തന്നെയാണ്. ലിസ്റ്റിംഗ് എഗ്രിമെൻ്റ് ഉണ്ട്, അത് കമ്പനിയും കൺസേൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചും തമ്മിലായിരിക്കും വന്നത്. അതിലാണ് അവർ എന്ത് ചെയ്യണത്, ഒരു എഗ്രിമെൻ്റ് പ്രകാരമാണ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ചെയ്യുന്നത്. അണ്ടർ ദ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് എ കമ്പനി അണ്ടർടേക്സ് എമംഗ് അതർ തിങ്സ്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കണം എന്ന് പറഞ്ഞ് ബേസിക് നോംസ് ഒക്കെ സെയിം ആണ്. പിന്നെ എന്താണ്, കമ്പനിയും സ്റ്റോക്കീസും തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. അതുകൂടാതെ താഴെ പറയുന്നൊരു 7 പോയിന്റ്സ് കൂടി എന്തുണ്ട്, അവർ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ പറയണത് ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ പ്രോംപ്റ്റ് ട്രാൻസ്ഫർ, രജിസ്ട്രേഷൻ, സബ് ഡിവിഷൻ ആൻഡ് കൺസോൾട്ടേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. എന്താണ്, ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. രജിസ്ട്രേഷന്, സബ് ഡിവിഷൻ ചെയ്യണമെങ്കിൽ, സെക്യൂരിറ്റീസ് കൺസോൾഡ് ചെയ്യണമെങ്കിൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. രണ്ടാമത്തത് ടു ഗിവ് പ്രോപ്പർ നോട്ടീസ് ഓഫ് ക്ലോഷർ ട്രാൻസ്ഫർ ബുക്സ് ആൻഡ് റെക്കോർഡ് ഡേറ്റ്സ്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും, ബുക്കുകളൊക്കെ എൻ്റർ ചെയ്ത് അനുസരിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ റെക്കോർഡ് ഡേറ്റ് ആയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, നിർബന്ധമായും അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ നോട്ടീസ് സമയാസമയത്ത് അവരെ അറിയിക്കണം. മൂന്നാമത്തത് ടു ഫോർവേഡ് 6 കോപ്പീസ് ഓഫ് അൺഅബ്രിഡ്ജ്ഡ് ആനുവൽ റിപ്പോർട്ട്സ്, ബാലൻസ് ഷീറ്റ്സ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പിന്നെന്താണ് പറയുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കമ്പനികളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റ്, ആനുവൽ റിപ്പോർട്ട്, അൺഅബ്രിഡ്ജ്ഡ് ആനുവൽ റിപ്പോർട്ട് അങ്ങനെയുള്ളതിൻ്റെ 6 കോപ്പീസ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവണം. ഇനി നാലാമത്തെ പറയുന്നത് ടു ഫയൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് ആൻഡ് ഫിനാൻഷ്യൽ റിസൾട്ട്സ് ഓൺ എ ക്വാർട്ടർലി ബേസിസ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഓരോരുത്തരും കൊണ്ടുവന്ന ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസൾട്ട്സിൻ്റെ ക്വാർട്ടർലി ബേസിസ് 3 മാസം കൂടുമുള്ള ഫിനാൻഷ്യൽ റിസൾട്ട്സ് എന്താണോ അതും എന്ത് ചെയ്യണം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൈമാറണം. 5 ടു ഇൻറ്റിമേറ്റ് പ്രോംപ്റ്റ്ലി ടു ദ എക്സ്ചേഞ്ച് ദ ഹാപ്പനിങ്സ് വിച്ച് ആർ ലൈക്ലി ടു മെറ്റീരിയലി അഫക്ട് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ കമ്പനി ആൻഡ് സ്റ്റോക്ക് പ്രൈസസ്. പിന്നെന്താണ് പറയുന്നത്, എക്സ്ചേഞ്ച് എന്തൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്, മെറ്റീരിയൽ അഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ പെർഫോമൻസിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസിൽ വന്ന മാറ്റങ്ങൾ നിർബന്ധമായും അപ്പോഴപ്പോൾ എക്സ്ചേഞ്ചിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ലാസ്റ്റത്തെ പറയുന്നത് 6ാമത്തത് ടു കംപ്ലൈ വിത്ത് ദ കണ്ടീഷൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എക്സെട്ര. എന്താണ്, കോർപ്പറേറ്റ് ഗവേണൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതിൻ്റെ കണ്ടീഷൻസ് എന്താ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ കമ്പനി ചെയ്യുന്നുണ്ടെന്ന് ആരും ഉറപ്പുവരുത്തുകയും ചെയ്യും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, ലിസ്റ്റഡ് കമ്പനീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലിസ്റ്റിംഗ് അവർ അപ്രൂവൽ ചെയ്ത് തരികയുമുള്ളൂ. ഇപ്പം മുകളിൽ പറഞ്ഞ 2 കാര്യങ്ങൾ കൂടാതെ കമ്പനിക്ക് പബ്ലിക്കോ റൈറ്റ് ഇഷ്യൂ നടത്തണം എന്നുണ്ടെങ്കിൽ അവർ എത്രയാണ് ഇഷ്യൂ എമൗണ്ട് പറഞ്ഞാക്കുന്നത് അതിൻ്റെ 1% എന്ത് ചെയ്യണം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ് നമ്മൾ ലിസ്റ്റ് ചെയ്താക്കുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണം. അതും ഇഷ്യൂ ഓപ്പൺ ചെയ്യണേക്ക് മുൻപ്. ഇപ്പം 1 lakh എമൗണ്ട്, 1 lakh കുറവാണ്, അതിനെ എബോ വരുള്ളൂ. 1 lakh ആണെങ്കിൽ അതിൻ്റെ 1% നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്യണം, അത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഈ എമൗണ്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ this amount is liable to be forfeited in the event of the company not resolving the complaints of investors. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് കമ്പനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല, ക്യാഷ് ആയിട്ടുള്ള എന്തെങ്കിലും റീപേ ചെയ്യേണ്ടതൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ അത് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എമൗണ്ട് ഉപയോഗിക്കുന്നത്. റിഗാർഡിംഗ് ഡിലേ ഇൻ സെൻഡിങ് റീഫണ്ട് ഓർഡേഴ്സ്, ഷെയർ സർട്ടിഫിക്കറ്റ്സ്, നൺ പേയ്മെൻറ്റ് ഓഫ് കമ്മീഷൻ ടു അണ്ടർറൈറ്റേഴ്സ്, ബ്രോക്കേഴ്സ് എക്സെട്ര. എന്താണ്, ബ്രോക്കേഴ്സിനോ അണ്ടർറൈറ്റേഴ്സിനോ നമ്മൾ കമ്മീഷൻ കൊടുക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ, ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല, റീഫണ്ട് ഓർഡേഴ്സ് ഒന്നും സെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ എമൗണ്ട് ആരുപയോഗിക്കുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാവരും ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ എമൗണ്ട് നമുക്ക് തിരിച്ചു നൽകുകയും ചെയ്യും. As per the listing agreement, a company is required to complete the allotment of securities within 15 days from the date of closure of the issue and approach the designated stock exchange for approval of the basis of allotment.
ലിസ്റ്റിംഗ് എഗ്രിമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കമ്പനിയുമായിട്ട് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ അവർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അലോട്ട്മെൻറ്റിന് ആവശ്യമായ പ്രൊസീജിയേഴ്സ് അവർ ചെയ്യണം. പ്രൊസീജിയേഴ്സ് ഇങ്ങനെയാണ് പറയണത്. നമ്മൾ എന്നാണോ ഇഷ്യൂ ക്ലോസ് ചെയ്തേക്കണം അതിൽ 15 ദിവസത്തിനുള്ളിൽ അലോട്ട്മെൻറ്റ് നടത്തിയിരിക്കണം. അതിന് എന്ത് ചെയ്യണം? നമ്മൾ അതിനു മുൻപ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് അപ്രൂവൽ വാങ്ങിയിരിക്കണം. അലോട്ട്മെൻറ്റ് നടത്താനായിട്ട് അപ്രൂവൽ വാങ്ങിയിരിക്കുകയും വേണം. അപ്പോൾ ഇഷ്യൂ ക്ലോസ് ചെയ്തതിന് ശേഷം 15 ദിവസത്തിന് നമ്മളതിനെ ഷെയർ അലോട്ട് ചെയ്യണം. അലോട്ട്മെൻറ്റിനുള്ള പെർമിഷനും സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മൾ വാങ്ങിയിട്ടുണ്ടാകും. എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? നമുക്ക് ഈ ലിസ്റ്റിംഗ് എഗ്രിമെൻ്റ് പ്രകാരം അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്ത പ്രകാരം ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത്, ദ ഫോളോവിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി ഫയൽഡ് വിത്ത് ദ എക്സ്ചേഞ്ച് ഫോർ ഗെറ്റിംഗ് എ സെക്യൂരിറ്റി ലിസ്റ്റഡ്. താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം? ഇൻഫർമേഷൻസ് കൂടി എക്സ്ചേഞ്ചിന് നമ്മൾ ഫയൽ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്ത് കിട്ടുള്ളൂ. 8 കാര്യങ്ങളാണ് പറയണത്. ഒന്നാമത്തത്, മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി. നമുക്കറിയാം, കമ്പനികൾ തുടങ്ങുമ്പോൾ മെമ്പറാണ്ടും ഉണ്ടാവും, ആർട്ടിക്കിൾസ് അസോസിയേഷനും ഉണ്ട്. അതിലെന്താണ്? കമ്പനിയുടെ A to Z കാര്യങ്ങൾ ഉണ്ടായിരിക്കും. കമ്പനി ഫോം ചെയ്ത വർഷം, എങ്ങനെയായിരുന്നു ആദ്യത്തെ തുടക്കം, ആരൊക്കെയായിരുന്നു മാനേജിംഗ് ഡയറക്ടർ, സ്ഥലം എവിടെയാണ്, ആദ്യം നടത്തിയ സ്ഥാപനം ഏതാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. രണ്ടാമത്തിൽ എന്താണ്? കോപ്പീസ് ഓഫ് ഓൾ പ്രോസ്പെക്ടസ് ഓർ സ്റ്റേറ്റ്മെന്റ് ലിയോ പ്രോസ്പെക്ടസ് അതിൻ്റെ കോപ്പീസ്, അല്ലെങ്കിൽ പ്രോസ്പെക്ടസിന് പകരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിൻ്റെ കോപ്പീസ്. മൂന്നാമത്തത്, കോപ്പീസ് ഓഫ് ബാലൻസ് ഷീറ്റ്സ്, ഓഡിറ്റഡ് അക്കൗണ്ട്സ്, എഗ്രിമെന്റ്സ് വിത്ത് പ്രൊമോട്ടേഴ്സ്, അണ്ടർറൈറ്റർ, ബ്രോക്കേഴ്സ്, എക്സെട്ര. 4, ഡീറ്റെയിൽസ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ആൻഡ് ഷെയർസ് ഫോർഫീറ്റഡ്. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ ഡിബഞ്ചറിൻ്റെ ഡീറ്റെയിൽസ്, ഷെയർ ഫോർഫീച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരം കൂടി. 5, ഡീറ്റെയിൽസ് ഓഫ് ഇഷ്യൂസ് ഓഫ് ബോണസസ് ആൻഡ് ഡിവിഡൻസ് ഡിക്ലെയർഡ്. ബോണസും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതിനുള്ള വിവരങ്ങൾ. 6, ഹിസ്റ്ററി ഓഫ് ദ കമ്പനി ഇൻ ബ്രീഫ്. കമ്പനിയുടെ ഹിസ്റ്ററി ചുരുക്കത്തിൽ എഴുതിയത്. 7, an undertaking regarding compliance with the provisions of the Companies Act 1956 and Securities Contract Registration Act 1956 as well as rules made therein. പിന്നെ നോക്കണം എന്താണ്? കമ്പനീസ് ആക്ട് പ്രകാരവും സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് പ്രകാരവുമാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണം. ലാസ്റ്റത്തെ പറയണത് 8, എ ലിസ്റ്റ് ഓഫ് ദ ഹയസ്റ്റ് 10 ഹോൾഡേഴ്സ് ഓഫ് ഈച്ച് ക്ലാസ് ഓർ കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ സെക്യൂരിറ്റീസ് വാങ്ങിയവരുണ്ടാവില്ല, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതിൽ ഹയസ്റ്റ് എമൗണ്ടിന് ആരൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്താക്കണത്? ഓരോ ക്ലാസ്സിലും ഷെയർ ഉണ്ടാവും, ഡിബഞ്ചർ ഉണ്ടാവും, പ്രൈസ് കൂടിയതും കുറഞ്ഞതുണ്ടാവും. അപ്പോൾ അതിൽ വെച്ചിട്ട് ഹയസ്റ്റ് ഹോൾഡേഴ്സ് ആരാണ്, അത് 10 പേരുടെ ഡീറ്റെയിൽസും എന്തിനോടൊപ്പം ഉണ്ടായിരിക്കണം? ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻസിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലിസ്റ്റഡ് അതിനുള്ള ഫോർമാലിറ്റീസ്, ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്ത് പറയാനായിട്ട് സാധിക്കും. നമുക്ക് കൊടുക്കാനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആസ് പെർ സെബി ഗൈഡ് ലൈൻസ്, ആൻ ഇഷ്യൂർ കമ്പനി ഷുഡ് കംപ്ലീറ്റ് ദ ഫോർമാലിറ്റീസ് വിത്തിൻ 7 days ഓഫ് ദ ഫൈനലൈസേഷൻ ഓഫ് ദ ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ്. സെബിയുടെ റൂൾസ് പ്രകാരം ഇഷ്യൂർ കമ്പനി എന്ത് ചെയ്യണം? 7 ദിവസത്തിനകം അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. In addition to all these rules, regulation and compliance, every stock has a set of guidelines of its own for the companies to be listed on them. അപ്പോൾ മുകളിപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കംപ്ലൈൻസും കൂടാതെ ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അതും കമ്പനികൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്തിടണം. ഫോർ എക്സാമ്പിൾ, ദേ മേ പ്രൊവൈഡ് ഫോർ ദ മിനിമം ഇഷ്യൂ സൈസ് ആൻഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ദി ഇഷ്യൂയിങ് കമ്പനി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചസും അവരുടെ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനികളുടെ മിനിമം ഇഷ്യൂ സൈസും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും എമൗണ്ടും എത്രയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും അതിൽ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എവിടെയാണോ നമ്മൾ ലിസ്റ്റ് ചെയ്യണത്, ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മിനിമം ഇഷ്യൂ സൈസും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും നിർബന്ധമായും കമ്പനികൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവണം. After listing, the issuing company has to make disclosures on a quarterly basis relating to financials and other material information. It is mandatory for listed companies to publish their half-yearly results. ലിസ്റ്റിങ്ങിന് ശേഷം എന്താണ് പറയണത്? ഇഷ്യൂയിങ് കമ്പനി എന്ത് ചെയ്യണം? ക്വാർട്ടർലി ബേസിസിൽ ഫിനാൻഷ്യൽ റിട്ടേൺസും മറ്റുള്ള ഇൻഫർമേഷൻസും എന്ത് ചെയ്യണം? സെബിക്ക് കൊടുക്കണം. പിന്നെ ലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ അവരെന്ത് ഹാഫ് ഇയർലി റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യണം എന്നുണ്ട്.
The stock exchanges are empowered to withdraw or suspend the admission granted for trading follows in breach of conditions. അപ്പോൾ ലിസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ നമുക്ക് എന്ത് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കാമെന്നില്ല. സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെബിക്ക് എന്തിനുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്തിനുള്ള അധികാരമുണ്ട്? ലിസ്റ്റിംഗ് ക്യാൻസൽ ചെയ്യാനോ വിഡ്രോ ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരവും ആർക്കുണ്ട്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എന്തായിട്ട് പറയുന്നത് ലിസ്റ്റിംഗ് ഓഫ് കമ്പനീസ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് ഫോർ ലിസ്റ്റിംഗ് ആയിട്ട് പറയണത് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കമ്പനി ലിസ്റ്റിങ്ങിന് വേണ്ടി ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം, പിന്നെ അവർ പറയണ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവർ പറയണ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ സമയാസമയത്ത് സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അലോട്ട്മെൻറ്റ് ലഭിക്കുള്ളൂ. അലോട്ട്മെൻറ്റിനും പെർമിഷൻ എവിടെ നിന്ന് വേണം? നമ്മൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സമ്മതിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അലോട്ട്മെൻറ്റ് നടത്താനായിട്ടും സാധിക്കുള്ളൂ. മിക്കവാറും പബ്ലിക് ഇഷ്യൂ നടത്തുന്ന കമ്പനികളാണ് നിർബന്ധമായും ലിസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്തത് പറയുന്നത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് ലിസ്റ്റിങ്ങിൻ്റെ. ഒരു 7 പോയിൻ്റ് അഡ്വാൻറ്റേജസും 4 പോയിൻ്റ് ഡിസഡ്വാൻറ്റേജസുമാണ് പറയുന്നത്. അഡ്വാൻറ്റേജ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ലിക്വിഡിറ്റിയാണ്. നമുക്കറിയാം ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വളരെ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാനായിട്ട് പറ്റണം. അപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾക്ക് എന്ത് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം? വളരെ വേഗത്തിൽ ക്യാഷ് ആക്കി മാറ്റാം, ക്യാഷിനെ സെക്യൂരിറ്റീസ് ആക്കി മാറ്റാൻ പറ്റും. അതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞ ഇമേജ് ആണ്. എന്താണ്? ഒരു കമ്പനിയുടെ പബ്ലിക് ഇമേജ് ഇംപ്രൂവ് ചെയ്യുന്നതിന് എന്ത് സഹായിക്കും? ലിസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അവരെന്ത് ചെയ്യണം? റിപ്പോർട്ടുകൾ TV ന്യൂസ് പേപ്പറിലൊക്കെ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എല്ലായ്പ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? ലിസ്റ്റഡ് കമ്പനി ഏതൊക്കെയാണെന്ന് പബ്ലിക്കിന് അറിയാനായിട്ട് വളരെ വേഗത്തിൽ കഴിയും. അപ്പോൾ ഇമേജ് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ വൈഡർ മാർക്കറ്റ് ഫോർ ഷെയർസ്. നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇമേജ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? പബ്ലിക്കിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനായിട്ടും അതും രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിങ്ങനെ എന്തുകൊണ്ടാണത്? പബ്ലിസിറ്റി കവറേജ്. നാലാമത്തെ ഈസി ഫിനാൻസ് ആണ്. അത് ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ അല്ലെങ്കിൽ ബാങ്കുകളാകട്ടെ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ആവശ്യമായ ഫണ്ട് പ്രൊവൈഡ് ചെയ്ത് തരും. അതെങ്ങനെയുള്ളത്? ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ലിസ്റ്റഡ് കമ്പനി എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കും? ഹൈ നെറ്റ് വർത്ത് കമ്പനികളായിരിക്കും. പ്രോഫിറ്റബിൾ ആയുള്ള കമ്പനികളാണ് ഷെയറുകൾ ലിസ്റ്റ് ചെയ്യുന്നത്. പബ്ലിക് ഇഷ്യൂ നടത്തുന്നതും അത്രയും വലിയ കമ്പനികളായിരിക്കും. ബ്ലൂ ചിപ്പ് കമ്പനി എന്നാണ് പറയുന്നത്. ബ്ലൂ ചിപ്പ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി പ്രോഫിറ്റബിൾ, കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും ടേൺ ഓവർ വരുന്ന കമ്പനികളായിരിക്കും കൂടുതൽ പബ്ലിക് ഇഷ്യൂ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വളരെ പെട്ടെന്ന് ഫിനാൻസ് കണ്ടെത്താനായിട്ടും ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ കഴിയും. 5 കൊളാറ്ററൽ സെക്യൂരിറ്റീസ് ആണ്. ലിസ്റ്റഡ് സെക്യൂരിറ്റീസിന് നമുക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റീസ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബാങ്കിലൊക്കെ ലോൺ എടുക്കുമ്പോൾ നമുക്കതിന് എന്ത് ചെയ്യാം? ഈടായിട്ട് വെക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലോൺ അതുപോലെ തന്നെ നമ്മളുടെ ലാൻഡിൻ്റെ ഡോക്യുമെൻ്റ്, വീടിൻ്റെ ഡോക്യുമെൻ്റൊക്കെ ചിലപ്പോൾ വെച്ചിട്ട് നമ്മൾ ക്യാഷ് എടുക്കാറുണ്ട് ബാങ്കിൽ നിന്നൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇതും എന്തായിട്ട് വയ്ക്കാം? ഈടായിട്ട് വെക്കാനായിട്ട് സാധിക്കും. ദേ ആർ റേറ്റഡ് ഹൈ ആൻഡ് ഈസിലി മാർക്കറ്റബിൾ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാം? വളരെ വേഗത്തിൽ മാർക്കറ്റബിൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഡിമാൻഡ് കൂടിയ ഒന്നായിട്ടാണ് എന്തിനെ പറയണത്? ഷെയർ സർട്ടിഫിക്കറ്റിനെ പറയണത്. ആറാമത് പ്രൊട്ടക്ഷൻ ടു ഇൻവെസ്റ്റേഴ്സ് ആണ്. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ നമ്മൾക്ക് എന്താണ്? എല്ലാം സെബി പറയുന്ന എല്ലാ റൂൾസും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ചുമതലകളുണ്ട് അതൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ കമ്പനികൾ എന്ത് ചെയ്യും? സെബിയുടെ റൂൾസ് അനുസരിച്ചിട്ട് എന്തൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കേണ്ടത്, ഡിവിഡൻഡ് ബോണസ് കൊടുക്കണം എന്ന് അത് സമയാസമയങ്ങളിൽ തന്നെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരക്ഷിതമാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ മണി എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഏഴാമത്തെ പറഞ്ഞ ഡിസ്ക്ലോഷർ ഓഫ് വൈറ്റൽ ഇൻഫർമേഷൻ ആണ്. അത് ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റിൽ ഒരു TV ന്യൂസ് പേപ്പേഴ്സിലൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പബ്ലിഷ് ചെയ്യണം.
ലിസ്റ്റഡ് കമ്പനികൾ പബ്ലിക് ഇഷ്യൂ എന്നൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും പബ്ലിഷ് ലീഡിങ് ന്യൂസ് പേപ്പേഴ്സിലും ന്യൂസ് ചാനലിലൊക്കെ എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് അറിയാൻ പറ്റും, അവർ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ദേ ക്യാൻ നോ അബൌട്ട് ദ വർത്ത് ഓഫ് ദ സെക്യൂരിറ്റീസ് ഓൾസോ. അതുകൂടാതെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഷെയറിൻ്റെ വില എത്രയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഷെയർ ഹോൾഡിങ്സ് എത്രയാണോ അത് ഇൻറ്റു അതിൻ്റെ പ്രൈസ്, അത് വെച്ചിട്ട് അവരുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനും ഇൻവെസ്റ്റേഴ്സ് സഹായിക്കും. ഇങ്ങനെ 7 പോയിൻറ്റ്സ് ആണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ലിക്വിഡിറ്റി, ഇമേജ്, വൈഡർ മാർക്കറ്റ് ഫോർ ഷെയർസ്, ഈസി ഫിനാൻസ്, കൊളാറ്ററൽ സെക്യൂരിറ്റീസ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ഡിസ്ക്ലോഷർ ഓഫ് വൈറ്റൽ ഇൻഫർമേഷൻ. ഇനി ഡിസഡ്വാൻറ്റേജസ് ആണ് പറയണത്. അല്ല, എല്ലാത്തിനും എന്തുണ്ടായിരിക്കും, നേട്ടവും ഉണ്ടായിരിക്കും, അതിനോടൊപ്പം തന്നെ കോട്ടങ്ങളും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ദോഷങ്ങളും ഉണ്ടായിരിക്കും. ഒന്നാമത്തെ പറയണത് കമ്പനീസ് എന്ത് ചെയ്യണം, സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അത് നിർബന്ധമായും ഫോളോ ചെയ്യണം. രണ്ടാമത് പറയണത് എന്താണ്, കമ്പനിയെ സംബന്ധിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും എന്ത് ചെയ്യേണ്ടി വരും, പബ്ലിക്കിന് അറിയിക്കേണ്ടതായിട്ട് വരും. കമ്പനി എത്ര ബോണസ് കൊടുക്കണം, ഡിവിഡൻഡ് കൊടുക്കേണ്ടതെന്നൊക്കെ. അതപ്പോൾ എന്തിനെ ബാധിക്കും, കോമ്പറ്റീറ്റീവ് കമ്പനികൾ ഉണ്ടെങ്കിൽ അവർ നമ്മളുടെ ടേംസ് എന്താണെന്ന് അറിയും, അതിനനുസരിച്ച് അവരും ബോണസും ഡിവിഡൻഡൊക്കെ കൂട്ടിക്കൊടുക്കും. അപ്പോൾ അത് നമ്മളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നതിൻ്റെ ഫ്ലോ തടയും. മൂന്നാമത്തത് ഇൻഫർമേഷൻ റിസീവ്ഡ് ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് റിലേറ്റഡ് പേഴ്സൺസ് മേ ലീഡ് ടു സ്പെക്കുലേഷൻ. സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ നിന്നാലും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്നും എന്തറിയാൻ പറ്റും, ഷെയറിൻ്റെ വാല്യൂ കൂടോ കുറയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താ ഊഹക്കച്ചവടം നടത്താൻ സാധ്യതയുണ്ട്. ദിസ് മേ ബി ഡിട്രിമെൻ്റൽ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. എന്തിനെതിരാണ്, കമ്പനിയുടെ താല്പര്യങ്ങൾക്കെതിരാണ്. കമ്പനി ഉദ്ദേശിക്കുന്നത് എന്താണ്, ജനങ്ങൾ അവിടെ വാങ്ങാൻ വരുമ്പോൾ അല്ലെങ്കിൽ വിൽക്കാൻ വരുമ്പോൾ മാത്രം എന്തറിഞ്ഞാൽ മതി, ഷെയറിൻ്റെ വാല്യൂ അറിഞ്ഞാൽ മതി. അപ്പം കൂടിയാലും കുറഞ്ഞിട്ടുണ്ടെങ്കിലും അധികം എന്തുണ്ടാവില്ല, സ്പെക്കുലേഷൻ നടത്താനുള്ള സാധ്യത കുറവായിരിക്കും. നാലാമത്തത് ദ കമ്പനി മേ ഹാവ് ടു ഇൻകർ ഹെവി എക്സ്പെൻഡിച്ചർ പബ്ലിക് ഇഷ്യൂ വിത്ത് ലിസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ കമ്പനിക്ക് പബ്ലിക് ഇഷ്യൂ നടത്തണം എന്നുണ്ടെങ്കിൽ എന്ത് നടത്തണം, അവർ ലിസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് നടത്തണം എന്നുണ്ടെങ്കിൽ ഇത്തിരി പണച്ചെലവ് കൂടുതലാണ്. അപ്പോൾ ഫണ്ട് കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ ഹെവി എക്സ്പെൻഡിച്ചറാണ് എന്തിനു വേണ്ടി വരുന്നത്, പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ ആ ഫേം നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത്, ഇനി ലാസ്റ്റത്തെ പറയുന്നത് ഡീലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് കേട്ടോ. എന്താ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യണത്, നമ്മൾ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഒഴിവാക്കുന്നത്. എവിടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് അതെന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഒഴിവാക്കുന്നതിനാണ് ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴെന്താണ് കമ്പനിയുടെ ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡ് നടത്താനായിട്ട് സാധിക്കില്ല. രണ്ട് രീതിയിൽ ഡീലിസ്റ്റിംഗ് പറയണത്, കമ്പൽസറി ഡീലിസ്റ്റിംഗ് ഉണ്ട്, വോളണ്ടറി ഡീലിസ്റ്റിംഗ് ഉണ്ട്. കമ്പൽസറി ഡീലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ റിമൂവ് ചെയ്യണം. ലിസ്റ്റഡ് കമ്പനിയെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്യുന്നു എന്ത് ചെയ്യാം, നിർബന്ധപൂർവ്വം നമ്മൾ പറഞ്ഞു വിടുകയാണ് ചെയ്യണത്. ആസ് എ പെനലൈസിങ് മെഷർ അറ്റ് ദ behest of the stock exchange for not making submissions or comply with the various requirements set out in the listing agreement within the time frames prescribed. അപ്പോൾ ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, ഇപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അത് കൊടുക്കാതിരിക്കുക, മെമ്മറാണ്ടം കൊടുക്കാമെന്ന് പറയാൻ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അതുപോലെ ഇഷ്യൂസേഴ്സും മിനിമം നെറ്റ് വർത്ത് എത്രയാണെന്ന് അവർ ഫൈനലൈസ് ചെയ്ത് പറഞ്ഞില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എന്താണ് ഒരു തരത്തിലും അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അനുവദിച്ച സമയത്തുള്ളതൊന്നും സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിർബന്ധപൂർവ്വം എന്ത് ചെയ്യാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അവരെ റിമൂവൽ ചെയ്യാം. അതിനെ കമ്പൽസറി ഡീലിസ്റ്റിംഗ് എന്ന് പറയണത്. അടുത്തത് വോളണ്ടറി ഡീലിസ്റ്റിംഗ് ആണ് പറയണത്. ഇത് ലിസ്റ്റഡ് കമ്പനി എന്ത് ചെയ്യണം, സ്വയം തീരുമാനിക്കുകയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട്, സ്വയം തീരുമാനിക്കുകയാണ്. അതിനെയാണ് വോളണ്ടറി ഡീലിസ്റ്റിംഗ് എന്ന് പറയണത്. ഇത് സംഭവിക്കുന്നത് മെർജർ അമാൽഗമേഷനൊക്കെ നടക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രവർത്തനം, വോളണ്ടറി ഡീലിസ്റ്റിംഗ്. അല്ലെങ്കിൽ എന്താണ്, അവരെ ഷെയർസ് അധികം പെർഫോമൻസിൽ ഡിമാൻഡ് ഇല്ലാണ്ട് വരുമ്പോഴും ആ എക്സ്ചേഞ്ചിൽ അവരുടെ ആ മാർക്കറ്റിൽ എന്തില്ല, ഡിമാൻഡില്ല,
അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്തേ വോളണ്ടറി ഡീലിസ്റ്റിംഗ് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഡീലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് വന്നതൊന്നും കമ്പൽസറി ആണ് അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നടത്തുന്നത്. വോളണ്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനികൾ തന്നെ സ്വയം പിന്മാറുന്നത് കേട്ടോ. ഇത്രയുമാണ് എന്തുമായി ബന്ധപ്പെട്ട് വന്നത്? ലിസ്റ്റിംഗ് ഓഫ് റിക്വയർമെൻറ്റ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഡീലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്.